രൂക്ഷമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 224 പേർ കൊല്ലപ്പെട്ടതായും 1277 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം. സൈപ്രസുമായി ശക്തമായ വാണിജ്യ സഹകരണത്തിന് ഇന്ത്യ. വാണിജ്യം, നിക്ഷേപം, സാമ്പത്തിക സേവനങ്ങൾ, പ്രതിരോധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരുന്നതായി റിപ്പോർട്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ വളർച്ച 6.2% കെയറെഡ്ജ് റിപ്പോർട്ട്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി കാനഡയിൽ. ഇറാൻ ഇസ്രായേൽ സംഘർഷ വിഷയം ഉന്നയിക്കുന്നതിനു പുറമെ ഊർജ്ജ സുരക്ഷ, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 120 രൂപയും ഗ്രാമിന് 15 രൂപയുമാണ് കുറഞ്ഞത്. ഇന്ന് 1 പവൻ സ്വർണത്തിന് 74,440 രൂപയും ഗ്രാമിന് 9,305 രൂപയുമാണ് നിരക്ക്.